ഇനി April 7 വേൾഡ് ഹെൽത്ത് ഡേ ആണ്. ഹെൽത്ത് ഫോർ ഓൾ. അതുപോലെ തന്നെ 2023 ഹെൽത്ത് ഫോർ ഓള്. 2022 അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് എന്നാണ് കേട്ടോ. അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് April 23. ഓക്കെ, നമ്മൾ April 7 വരെ പറഞ്ഞു. പുസ്തക ദിനമാണ്, ശരിയാണ്. April 23 എന്താണ്? ലോക പുസ്തക ദിനമാണ്. പുസ്തക ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഇൻഡിജീനിയസ് ലാംഗ്വേജസ് എന്നുള്ളതാണ് അല്ലെ. തദ്ദേശീയ ഭാഷകൾ എന്ന് പറയുന്ന ആ ഒരു തീമായിരുന്നു 2023 April 23 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം തദ്ദേശീയ ഭാഷകൾ എന്നുള്ളതാണ് ആ ഒരു ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. 23 മുൻപേ April 22 ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് ദിവസമുണ്ട്. ഓക്കെ ആണല്ലോ. April 22 ഏത് ദിവസമാണ്? April 22 എർത്ത് ഡേ ആണ് അല്ലെ. ലോക ഭൗമ ദിനമാണ് അല്ലെ. ലോക ഭൗമ ദിനമാണ് April 22 എന്ന് പറയുന്നത്. ഈ ലോക ഭൗമ ദിനത്തിന്റെ 23-ലെയും 22-ലെയും പ്രമേയങ്ങൾ ഒന്ന് തന്നെയാണ്. 2 വർഷവും ഒരേ പ്രമേയം തന്നെയാണ് ആചരിച്ചിട്ടുള്ളത്. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ലോക ഭൗമ ദിനത്തിന്റെ 2022-ലെയും 23-ലെയും ഒരേ പ്രമേയം തന്നെയാണ്. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ്. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ് 2023-ലെയും 22-ലെയും ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ്. ഓക്കെ, April 22 ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് May 22. May 22 ഈ ദിവസമാണ്. May 22 എന്ന് പറയുന്നത് ലോക ജൈവ വൈവിധ്യ ദിനമാണ്. ലോക ജൈവ വൈവിധ്യ ദിനമാണ് May 22 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഫ്രം എഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡിംഗ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഫ്രം എഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡിംഗ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, അതായത് അതിന്റെ കറക്റ്റ് ഒരു ട്രാൻസ്ലേഷൻ ആരെങ്കിലും പറയാൻ പറ്റുമോ? ഫ്രം എഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡിംഗ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി. ഈ അഗ്രിമെന്റ് മലയാളം എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രിമെന്റ് അതിന് മലയാളം ഇനി ആർക്കെങ്കിലും അറിയാം? എഗ്രിമെന്റ് ധാരണാപത്രം എന്ന് പറയത്തില്ലേ? ഉടമ്പടിയിൽ നിന്ന് കരാറ്. കരാറിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് നമ്മുടെ ജൈവ വൈവിധ്യം എന്ത് ചെയ്യുക? തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ്. ഫ്രം എഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡിംഗ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ബിൽഡിംഗ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി. ഇനി ഈ ബയോഡൈവേഴ്സിറ്റി ഡേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ 2022 കൂടി നമ്മൾ നോക്കണം. 23-ലെ പ്രമേയമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഫ്രം എഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡിംഗ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. 22-ലെ പ്രമേയം എന്താണ്? 22-ലെ പ്രമേയം എന്ന് പറയുന്നത് ബിൽഡിംഗ് എ ഷെയർഡ് ഫ്യൂച്ചർ ഫോർ ഓൾ ലീവ്സ് എന്നുള്ളതാണ് കേട്ടോ. ബിൽഡിംഗ് എ ഷെയർഡ് ഫ്യൂച്ചർ ഫോർ ഓൾ ലീവ്സ് എന്നുള്ളതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പങ്കിട്ട ഭാവി കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പങ്കിട്ട ഭാവി കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ബിൽഡിംഗ് എ ഷെയർഡ് ഫ്യൂച്ചർ ഫോർ ആൾ ലീവ്സ് എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പങ്കിട്ട ഭാവി കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് 2022-ലെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്
മെയ് 31. മെയ് 31 പുകയില വിരുദ്ധ ദിനം. പുകയില വിരുദ്ധ ദിനമാണ്. അതിന്റെ 2023 പ്രമേയം എന്ന് പറയുന്നത് വി നീഡ് ഫുഡ് നോട്ട് ടൊബാക്കോ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, വി നീഡ് ഫുഡ് നോട്ട് ടൊബാക്കോ എന്നുള്ളതാണ് നമ്മുടെ അതായത് നമുക്ക് ഭക്ഷണമാണ് വേണ്ടത്, അല്ലാതെ ടൊബാക്കോയല്ല, പുകയില വസ്തുക്കളല്ല എന്ന് പറയുന്നതാണ് 2023 പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. വി നീഡ് ഫുഡ് നോട്ട് ടൊബാക്കോ എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ 22 പ്രമേയം എന്ന് പറയുന്നത് ടൊബാക്കോ ത്രെറ്റ് ടു അവർ എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, 22 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ടൊബാക്കോ ത്രെറ്റ് ടു അവർ എൻവയോൺമെന്റ് എന്നുള്ളതാണ് പറയുന്നത്. അശ്വതി KS, വെരി ഗുഡ്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോക പരിസ്ഥിതി ദിനമാണെന്ത്? എന്നാണ് ലോക പരിസ്ഥിതി ദിനം? ജൂൺ 5 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ് ജൂൺ 5 എന്ന് പറയുന്നത്. റീസെന്റ് ആയിട്ട് പല പരീക്ഷകളിലും ഇതിന്റെ തീമിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോ 2023 പ്രമേയം എന്ന് പറയുന്നത് ജൂൺ 6 മൈ ബർത്ത്ഡേ. ഓക്കെ, സോ 2023 പ്രമേയം എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് കേട്ടോ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് 2023 ജൂൺ 5 പ്രമേയം എന്ന് പറയുന്നത്. എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ്. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് 2023 പ്രമേയം എന്ന് പറയുന്നത്. 22 ഓൺലി വൺ എർത്ത് കേട്ടോ. ഓൺലി വൺ എർത്ത്. ഓൺലി വൺ എർത്ത്. അതുപോലെ 21 എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ എന്നുള്ളതാണ് കേട്ടോ. എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. ഞാൻ പരിസ്ഥിതി ദിനമായതുകൊണ്ടാണ്, അത് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ 3 വർഷവും പറഞ്ഞത്. ഓക്കെ ആണല്ലോ. 23 ആണെങ്കിൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, 22 ആണെങ്കിൽ ഓൺലി വൺ എർത്ത്, 21 ആണെങ്കിൽ എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ എന്നുള്ളതാണ്. പിന്നെ നേരത്തെ ഒരു ആരോ കുറച്ച് ഒരു ഡാറ്റ അയച്ചിരുന്നു. അതിന് ഇവിടെ കുറച്ച് രാജ്യങ്ങൾ കൂടെ പേരുണ്ടായിരുന്നു. അതായത് ഓരോ വർഷവും എന്താണ് പരിസ്ഥിതി ദിനത്തിന് ഒരു രാജ്യം എന്ത് ചെയ്യും? അത് ഹോസ്റ്റ് ചെയ്യും. പരിസ്ഥിതി ദിനം ഹോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ 2023 ലോക പരിസ്ഥിതി ദിനത്തിന് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ഐവറി കോസ്റ്റ് ആയിരുന്നു. 22 അത് സ്വീഡൻ ആയിരുന്നു. 21 അത് പാകിസ്ഥാൻ ആയിരുന്നു. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആൻസർ ഒരു തവണ PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ 23 ഐവറി കോസ്റ്റ്, 22 സ്വീഡൻ, 21 പാകിസ്ഥാൻ. സ്വീഡൻ ആൾസോ ചോദിച്ചു അല്ലെ? പാകിസ്ഥാൻ ചോദിച്ചൊരു ഓർമ്മയുണ്ട്. സ്വീഡനും ചോദിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതുകൂടി ഓർത്തു വെക്കുക. 2023 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ലോക പരിസ്ഥിതി ദിന പ്രമേയമല്ല, ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ് ആണ്. അപ്പോ ഈ സ്വീഡനും പാകിസ്ഥാനും ചോദിച്ചത് കൊണ്ട് തന്നെ ചിലപ്പം അടുത്ത പരീക്ഷകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെക്കുറിച്ചും ചോദിക്കാം. ഓക്കെ, ഐവറി കോസ്റ്റുമായിട്ട് ചോദിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ജൂൺ 21 ആണ്. ജൂൺ 21 ഏത് ദിവസമാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, യോഗ ഡേ ആണ് അല്ലെ? യോഗ ഡേ. ഓക്കെ, മ്യൂസിക് ഡേ ആണ്, അതും ശരിയാണ്. അതിനേക്കാൾ PSC പോയിന്റ് ഓഫ് വ്യൂ ഒന്നുകൂടി ഇമ്പോർട്ടന്റ് യോഗ ഡേ ആണ് അല്ലെ? അപ്പോ എന്തായിരുന്നു യോഗ ഡേയുടെ പ്രമേയം 23? യോഗ ഫോർ വസുദൈവ കുടുംബകം എന്നാണ്. ഓക്കെ, യോഗ ഫോർ വസുദൈവ കുടുംബകം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ കഴിഞ്ഞ വർഷമല്ല, 2022 എന്തായിരുന്നു പ്രമേയം?
യോഗ ഫോർ ഹ്യൂമാനിറ്റി എന്നാണ് കേട്ടോ. യോഗ ഫോർ ഹ്യൂമാനിറ്റി എന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പോ 2023 ജൂൺ 21 യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് യോഗ ഫോർ വസുദൈവ കുടുംബകം എന്നാണ്. ഇനി 2022 ജൂൺ 21 യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് യോഗ ഫോർ ഹ്യൂമാനിറ്റി എന്നാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ജൂലൈ 11. ജൂലൈ 11 വേദി എവിടെയായിരുന്നു? അത് ജസ്റ്റ് എനിക്ക് അറിയത്തില്ല, ആർക്കെങ്കിലും അറിയോ? 2023 ഡൽഹി അല്ലെ? ഓക്കെ, ഡൽഹി ആണോ ജബൽപൂർ ആണോ? ഓക്കെ, ശരി. സോ അടുത്തത് ജൂലൈ 11. ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ 2023 പ്രമേയം എന്ന് പറയുന്നത് അൺലീഷിംഗ് ദ പവർ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളതാണ്. അൺലീഷിംഗ് ദ പവർ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി, അതായത് ലിംഗസമത്വത്തിന്റെ ശക്തി അഴിച്ചുവിടൽ എന്നുള്ളതാണ്. അൺലീഷിംഗ് എന്ന് പറയുമ്പോൾ അഴിച്ചുവിടുക എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോ അത് തുറന്നു കാട്ടുക. അൺലീഷിംഗ് എന്ന് പറയുമ്പോൾ തുറന്നു കാട്ടുക. ബ്രേക്ക് ഉണ്ടോ? എനിവൺ ബ്രേക്ക് ഉണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും ബ്രേക്ക് ഫീൽ ചെയ്യുന്നു? ഓക്കെ ഓക്കെ. അൺലീഷിംഗ് ദ പവർ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. മീൻസ് അതായത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി, അതിന്റെ ആ ഒരു ശക്തി തുറന്നു കാട്ടുക എന്നുള്ള പറയുന്ന ആ ഒരു മീനിങ്ങിലൂടെയാണ് 2023 ജൂലൈ 11 ലോക പോപ്പുലേഷൻ ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 എല്ലാവർക്കും അറിയാം, ഓസോൺ ഡേ ആണ്. എന്താണ് ഓസോൺ ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്? ഇനി ആർക്കെങ്കിലും അറിയോ? കറക്റ്റ് ആണ്. ഫിക്സിംഗ് ദ ഓസോൺ ലെയർ ആൻഡ് റെഡ്യൂസിംഗ് ദ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് ഓസോൺ പാളിയുടെ ശോഷണത്തെ തടയലും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം കുറക്കുക എന്ന് പറയുന്നതാണ് ഓസോൺ പാളി ദിനത്തിന്റെ പ്രമേയം, ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, ഫിക്സിംഗ് ദ ഓസോൺ ലെയർ ആൻഡ് റെഡ്യൂസിംഗ് ദ ക്ലൈമറ്റ് ചേഞ്ച്, ഓസോൺ പാളി ശോഷണം പരിഹരിക്കലും കാലാവസ്ഥാ വ്യതിയാനം കുറക്കുകയും ചെയ്യണം എന്നതാണ് 2023 ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം. നെക്സ്റ്റ് ഒക്ടോബർ 5. ഒക്ടോബർ 5 ഒക്ടോബർ 5 എഡ്യൂക്കേഷൻ ഡേ അല്ല, എഡ്യൂക്കേഷനുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഒരു സംതിങ്. ടീച്ചേഴ്സ് ഡേ ആണ് കേട്ടോ. സെപ്റ്റംബർ 5 നമ്മുടെ നാഷണൽ ടീച്ചേഴ്സ് ഡേയും ഒക്ടോബർ 5 എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് ടീച്ചേഴ്സ് ഡേയും ആണ്. അപ്പോ ലോക അധ്യാപക ദിനത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടീച്ചേഴ്സ് വി നീഡ് ഫോർ ദി എഡ്യൂക്കേഷൻ വി വാന്റ് എന്നുള്ളതാണ്. ഓക്കെ, ദ ടീച്ചേഴ്സ് വി നീഡ് ഫോർ ദി എഡ്യൂക്കേഷൻ വി വാന്റ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ള അധ്യാപകർ എന്ന് പറയുന്നതാണ് അതിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ടീച്ചേഴ്സ് വി നീഡ് ഫോർ ദി എഡ്യൂക്കേഷൻ വി വാന്റ്, അതായത് നമുക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസത്തിന് ഓക്കെ വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ള അധ്യാപകർ എന്നാണ് 2023 പ്രമേയം എന്ന് പറയുന്നത്.
ക്ലിയർ ആണോ? ഒന്ന് റിവിഷൻ ചെയ്താലോ? കുറച്ചായില്ലേ പറഞ്ഞിട്ട്? ഇതുവരെ പറഞ്ഞ റിവിഷൻ ചെയ്താലോ? അതെ അതെ, അശ്വതി KS അത് തന്നെയാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഹെൽത്ത് ഡേ വരെയല്ലേ പറഞ്ഞത്? ഇനി ഏപ്രിൽ 23 വേൾഡ് ബുക്ക് ഡേ. എന്താണ്? തദ്ദേശീയ ഭാഷകൾ എന്ന് പറയുന്ന ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയമാണ് തദ്ദേശീയ ഭാഷകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏപ്രിൽ 22 ഭൗമദിനമാണ്. ഓക്കെ, ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ്. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ് ഭൗമദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. ഓക്കെ, ഏപ്രിൽ 22 ലോക ഭൗമദിനം എന്ന് പറയുന്നത്. ദെൻ മെയ് 22 ജൈവ വൈവിധ്യ ദിനമാണ്. ഫ്രം അഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡിംഗ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്നാണ്. ഫ്രം അഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡിംഗ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. ഇനി 22 പ്രമേയമോ? 22 പ്രമേയം എന്ന് പറയുന്നത് ബിൽഡിംഗ് എ ഷെയർഡ് ഫ്യൂച്ചർ ഫോർ ഓൾ ലീവ്സ് എന്നുള്ളതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പങ്കിട്ട ഭാവി കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് തീം. ഓക്കെ, നെക്സ്റ്റ് മെയ് 31 പുകയില വിരുദ്ധ ദിനമാണ്. അത് എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ്. പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ്? വി നീഡ് ഫുഡ് നോട്ട് ടൊബാക്കോ എന്നുള്ളതാണ് അല്ലെ. വി നീഡ് ഫുഡ് നോട്ട് ടൊബാക്കോ എന്നുള്ളതാണ്. 22 ആണെങ്കിൽ ടൊബാക്കോ ത്രെറ്റ് ടു അവർ എൻവയോൺമെന്റ് എന്നുള്ളതാണ്. ഓക്കെ, 22 പ്രമേയം. അടുത്ത ജൂൺ 5 വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരിസ്ഥിതി ദിനം. 2023 പ്രമേയം ഏതാണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. ഐവറി കോസ്റ്റ് ആണ് ഹോസ്റ്റ് ചെയ്ത രാജ്യം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് 22 ഓൺലി വൺ എർത്ത് ആണ്. സ്വീഡൻ ആണ് അത് ഹോസ്റ്റ് ചെയ്തത്. 21 എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. ഓക്കെ, പാകിസ്ഥാനാണ് അത് ഹോസ്റ്റ് ചെയ്തത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ജൂൺ 21 യോഗ ഫോർ വസുദൈവ കുടുംബകം എന്നുള്ളതാണ്. ദെൻ കഴിഞ്ഞ വർഷം 22 യോഗ ഫോർ ഹ്യൂമാനിറ്റി എന്നാണ്. വെരി ഗുഡ്. ദെൻ ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. എന്തായിരുന്നു തീം എന്ന് പറയുന്നത്? അൺലീഷിംഗ് ദ പവർ ഓഫ് ജെൻഡർ ഈക്വാലിറ്റി. വെരി ഗുഡ്. അതായത് ലിംഗസമത്വത്തിന്റെ ശക്തി തുറന്നു വിടുക. ഓക്കെ, അത് പുറത്ത് കാണിക്കുക. അൺലീഷിംഗ് ദ പവർ ഓഫ് ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് സെപ്റ്റംബർ 16 ഓസോൺ ഡേ ആണ്. എന്താണ് മെയിൻ ആയിട്ടും? ഫിക്സിംഗ് ദി ഓസോൺ ആൻഡ് റെഡ്യൂസിംഗ് ദി ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ. അതായത് ഓസോൺ പാളി പരിഹരിക്കലും അതുപോലെ കാലാവസ്ഥ വ്യതിയാനം കുറയ്ക്കലും എന്നുള്ളതാണ്. ഫിക്സിംഗ് ദ ഓസോൺ ആൻഡ് റെഡ്യൂസിംഗ് ദി ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതാണ് അല്ലെ. വെരി ഗുഡ്. ദെൻ ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. ദ ടീച്ചേഴ്സ് വി നീഡ് ഫോർ ദി എഡ്യൂക്കേഷൻ വി വാന്റ്.
അതായത് നമുക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ള അധ്യാപകർ എന്ന് പറയുന്നതാണ് തീം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മൾ പറയുന്നത് ഒക്ടോബർ 16 ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമാണ്. ഫുഡ് ഡേ ആണ് അല്ലെ. ഓക്കെ. അപ്പോ ഫുഡ് ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് വാട്ടർ ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ ജലത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഒക്ടോബർ 16 2023 ലോക ഫുഡ് ഡേയുടെ പ്രമേയം വാട്ടർ ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ് എന്നാണ്. നിങ്ങൾ ഇത് ചിലപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ വാട്ടർ എന്ന് കാണുമ്പോൾ നേരെ വാട്ടർ ഡേ ആയിട്ട് പോകരുത്. ഫുഡ് ഡേയുടെ പ്രമേയമാണ് വാട്ടർ ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ് എന്ന് പറയുന്നതാണ് പ്രമേയം. ഓക്കെ. അടുത്തത് നവംബർ 10 നവംബർ 10 നവംബർ 10 വേൾഡ് സയൻസ് ഡേ ആണ് കേട്ടോ. വേൾഡ് സയൻസ് ഡേ ആണ്. വേൾഡ് സയൻസ് ഡേ ആണ് നവംബർ 10 എന്ന് പറയുന്നത്. നാഷണൽ സയൻസ് ഡേ എന്ന് പറഞ്ഞാൽ അത് ഫെബ്രുവരി 28 നമ്മുടെ രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ച ആ ഒരു ഇതാണ് അല്ലെ. അപ്പോ വേൾഡ് സയൻസ് ഡേ ആണ് നമ്മുടെ നവംബർ 10 എന്ന് പറയുന്നത്. ഫെബ്രുവരി 8 ആണ് നാഷണൽ സയൻസ് ഡേ. ഇപ്പൊ വേൾഡ് സയൻസ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് ബിൽഡിംഗ് ട്രസ്റ്റ് ഇൻ സയൻസ് എന്നാണ് കേട്ടോ. ബിൽഡിംഗ് ട്രസ്റ്റ് ഇൻ സയൻസ് എന്നാണ്. ബിൽഡിംഗ് ട്രസ്റ്റ് ഇൻ സയൻസ് എന്നുള്ളതാണ്. ഇനി നവംബർ 20 നവംബർ 20 നവംബർ 20 ഏതാണ്? ശിശുദിനമാണ്. ലോക ശിശുദിനമാണ്. ഫോർ എവരി ചൈൽഡ് എവരി റൈറ്റ് എന്നുള്ളതാണ് കേട്ടോ. റൈറ്റ്, അവകാശം. ഫോർ എവരി ചൈൽഡ് എവരി റൈറ്റ് എന്ന് പറയുന്നതാണ് ലോക ശിശുദിനത്തിന്റെ പ്രമേയം. ഫോർ എവരി ചൈൽഡ് എവരി റൈറ്റ് എന്നുള്ളതാണ് ലോക ശിശുദിനത്തിന്റെ പ്രമേയം. ഫോർ എവരി ചൈൽഡ് എവരി റൈറ്റ് എന്നുള്ളതാണ് 2023 ലോക ശിശു ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അടുത്തത് ഡിസംബർ 1 ഡിസംബർ 1 എല്ലാവർക്കും അറിയുന്ന ഒരു ദിവസമാണ്. ലോക എയ്ഡ്സ് ദിനമാണ് അല്ലെ. എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം എന്താണ് 2023? ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ് കേട്ടോ. ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ്. ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ് 2023 ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം. ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നുള്ളതാണ്. ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്ന് പറയുന്നത് 22 ഈക്വലൈസ് എന്നുള്ളതാണ് കേട്ടോ. ഈക്വലൈസ് എന്നുള്ളതാണ് 22 പ്രമേയം. രണ്ടും ചെറിയ ചെറിയ പ്രമേയങ്ങളാണ്. 22 ഈക്വലൈസ് എന്നുള്ളതാണ്. 23 ലെറ്റ് കമ്മ്യൂണിറ്റി ലീഡ്, കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ് കേട്ടോ. ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ് 23. 22 ഈക്വലൈസ് എന്നുള്ളതാണ്. ഡിസംബർ 5 ഡിസംബർ 5 ഇതൊരു PYQ ആണ്. ഡിസംബർ 5 അല്ലെ, സോയിൽ ഡേ, മണ്ണ് ദിനം അല്ലെ. സോയിൽ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഡിസംബർ 5 ആണ്. അതിന്റെ തീം എന്ന് പറയുന്നത് സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നാണ് കേട്ടോ. സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നാണ്. 2023 വേൾഡ് സോയിൽ ഡേയുടെ പ്രമേയം സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നാണ്. 22 പ്രമേയം എന്ന് പറയുന്നത്
സോയിൽ വേർ ഫുഡ് ബിഗിൻസ് എന്നാണ് കേട്ടോ. 22 പ്രമേയം എന്ന് പറയുന്നത് സോയിൽസ് വേർ ഫുഡ് ബിഗിൻസ് എന്നാണ് കേട്ടോ. സോയിൽസ് വേർ ഫുഡ് ബിഗിൻസ് എന്നാണ് 22 പ്രമേയം എന്ന് പറയുന്നത്. ദെൻ ഡിസംബർ 10 എല്ലാവർക്കും അറിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമാണ്, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്. അപ്പോൾ ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നുള്ളതാണ് കേട്ടോ. ഹ്യൂമൻ റൈറ്റ്സ് ഡേയുടെ പ്രമേയം ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നുള്ളതാണ്. ഇനി 22 എന്താണെന്ന് ചോദിച്ചാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 22 ഈ പറയുന്ന ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ടേമിന് പകരം ഡിഗ്നിറ്റി എന്ന് വരും. ഓക്കെ, അതായത് ഡിഗ്നിറ്റി, ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നുള്ളതാണ്. 22 എന്താണ്? ഡിഗ്നിറ്റി, ഫ്രീഡം, ജസ്റ്റിസ് ഫോർ ഓൾ എന്നാണ്. 23 ആണെങ്കിൽ ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്, ഈ 3 വേർഡ്. 22 ആണെങ്കിൽ ഡിഗ്നിറ്റി, ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നുള്ളതാണ്. ആ ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്ന വേർഡ് ആണെങ്കിൽ 2022, 23 ആണെങ്കിൽ അതിന് പകരം എന്ത് വരും? ഇക്വാലിറ്റി എന്ന് വരും.